അധികാരത്തിൽ നിന്നിറങ്ങാൻ 3.5 മാസം മാത്രം ശേഷിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് ജനപ്രിയവും മോദി സർക്കാരിന്റെ ആത്മവിശ്വാസത്തിന്റെ അടയാളവുമാണെന്ന് ഡോക്ടർ ആർ ബാലശങ്കർ. ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളെ എടുത്തു പറഞ്ഞാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സൗജന്യങ്ങളും വാഗ്ദാനങ്ങളുമായാണ് മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് എത്തിയത്. കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് മോദി സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിലും അധികാരത്തിൽ എത്തും എന്നതിന്റെ ആത്മവിശ്വാസമാണ് പ്രകടമാകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്കും മധ്യവർഗത്തിനും ഗുണകരമായ ഒട്ടേറെ നല്ല നിർദ്ദേശങ്ങൾ ധനമന്ത്രി മുന്നോട്ട് വച്ചിട്ടുണ്ട്. കർഷകർ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, ശമ്പളക്കാർ, പാവപ്പെട്ടവർ തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവർക്കായി ധാരാളം പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ കാണാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിന് അധികാരത്തിലെത്താൻ ബജറ്റ് സഹായകമാകുമെന്നും ശങ്കർ കൂട്ടിച്ചേർക്കുന്നു. ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളെ എടുത്തു പറഞ്ഞാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. BJP ദേശീയ കമ്മിറ്റി അംഗമാണ് ഡോക്ടർ ആർ ബാലശങ്കർ. ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ചെറുകിട കർഷകർക്ക് വരുമാനം ഉറപ്പാക്കാൻ കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന പേരിൽ പുതിയ പദ്ധതി കൊണ്ടുവന്നു. ഇതനുസരിച്ച് 2 ഹെക്ടർ വരെ ഭൂമിയുള്ള കർഷകർക്ക് കേന്ദ്ര സർക്കാർ പ്രതിവർഷം 6000 രൂപ ബാങ്ക് അക്കൗണ്ടിലൂടെ നേരിട്ട് നൽകും. 20,000 രൂപ വീതം 3 തവണയാണ് തുക നൽകുക. 12 കോടി ചെറുകിട കർഷകരുടെ കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. 2018 ഡിസംബർ 1 മുതൽ പ്രാബല്യമുള്ള പദ്ധതിയിൽ മാർച്ച് 31 വരെയുള്ള ആദ്യ ഗഡു ഈ വർഷം തന്നെ നൽകും. ഇതിനായി 20,000 കോടി രൂപ മാറ്റിവെച്ചു. വിളവെടുപ്പ് സീസണ് മുൻപുണ്ടാകുന്ന അടിയന്തര ആവശ്യങ്ങൾക്ക് കൈത്താങ്ങാവുക കൂടി ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ വാർഷിക ചെലവ് 75,000 കോടിയാണ്. മൃഗസംരക്ഷണം, ഫിഷറീസ് മേഖലയിൽ ഉൾപ്പെടുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾക്ക് 2% പലിശയിളവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വായ്പ കൃത്യമായി അടച്ചാൽ 3% പലിശയിളവും ലഭിക്കും. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ പദ്ധതിക്കനുസരിച്ച് അംഗമാകുന്ന തൊഴിലാളികൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ മാസം 3000 രൂപ വീതം പെൻഷൻ ലഭിക്കും. 29 വയസ്സ് മുതൽ പദ്ധതിയിൽ ചേർന്ന അസംഘടിത തൊഴിലാളി 60 വയസ്സ് വരെ പ്രതിമാസം 100 രൂപ പ്രീമിയം അടയ്ക്കണം. 18 വയസ്സിൽ ചേർന്നവർക്ക് പ്രീമിയം 55 രൂപ എല്ലാ മാസവും കേന്ദ്ര സർക്കാരും തുല്യ പ്രീമിയം അടയ്ക്കും. തെരുവ് കച്ചവടക്കാർ, റിക്ഷ വലിക്കുന്നവർ, ബീഡി തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ തുടങ്ങിയവർ ഉൾപ്പെടെ 10 കോടി അസംഘടിത തൊഴിലാളികൾക്ക് പദ്ധതി ഗുണം ചെയ്യും. 500 കോടിയാണ് പദ്ധതിക്കായി മാറ്റിവെച്ചത്. പശുക്ഷേമത്തിനായി ദേശീയതലത്തിൽ രാഷ്ട്രീയ കാമധേനു ആയോഗ് സ്ഥാപിക്കും. പശു സംരക്ഷണത്തിനും പശുക്കളുടെ ജനിതകശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഉത്പാദനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് സംരംഭം. പശു സംരക്ഷണത്തിനായുള്ള നിയമങ്ങളും വിവിധ പദ്ധതികളുടെയും കാര്യക്ഷമമായ നടത്തിപ്പ് ആയോഗ് ഉറപ്പാക്കും. രാഷ്ട്രീയ ഗോകുൽ മിഷന് ഈ വർഷം 750 കോടി അധികമായി അനുവദിച്ചു. ആദായ നികുതി ഒഴിവ് പരിധി 5 ലക്ഷം രൂപയായി ഉയർത്തി. മധ്യവർഗത്തിൽ ഉൾപ്പെടുന്നവരെ മോദി സർക്കാർ ശരിക്കും കടാക്ഷിച്ചിരിക്കുകയാണ്. 2.5 ലക്ഷം രൂപയായിരുന്ന നികുതി ഒഴിവ് പരിധി ഒറ്റയടിക്ക് 5 ലക്ഷമായാണ് ഉയർത്തിയിരിക്കുന്നത്. മറ്റിളവുകൾ കൂടി ചേർത്താൽ 7 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ആദായ നികുതി നൽകേണ്ടി വരില്ല. അതുപോലെ ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നിക്ഷേപക പലിശയിൽ നികുതി ഒഴിവ് പരിധി 40,000 രൂപയായി വർദ്ധിപ്പിച്ചതും ലക്ഷക്കണക്കിന് നിക്ഷേപകർക്ക് ഗുണകരമാകും. ഗ്രാറ്റുവിറ്റി പരിധി 30 ലക്ഷം രൂപയായി ഉയർത്തുക വഴി സംഘടിത മേഖലയിലെ തൊഴിലുകൾക്കും ശമ്പള വിഭാഗത്തിനും വലിയ ആനുകൂല്യമാണ് ലഭിക്കുക. വാടക വരുമാന നികുതി പരിധിയും 2.4 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ ആദായ നികുതി ഇളവ് പരിധി നേരിയ തോതിൽ പോലും ഉയർത്താൻ മടിച്ചവർ ഇക്കുറി അത് നേരെ ഇരട്ടിയാക്കിയത് തെരഞ്ഞെടുപ്പിൽ കണ്ണുവച്ചുകൊണ്ടാണെന്നാണ് പ്രതിപക്ഷത്തിൽ നിന്നും വിമർശനം ഉയർത്തിക്കാട്ടിയതെങ്കിലും മുൻവർഷങ്ങളിൽ ആദായ നികുതി ഇളവ് പരിധി നേരിയ തോതിൽ പോലും ഉയർത്താൻ മടിച്ചവർ ഇക്കുറി അത് നേരെ ഇരട്ടിയാക്കിയത് തെരഞ്ഞെടുപ്പിൽ കണ്ണുവച്ചുകൊണ്ടാണെന്ന് പ്രതിപക്ഷത്തിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ടെങ്കിലും ആദായ നികുതി നൽകുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. പല ജോലികൾ ചെയ്ത് ജീവിക്കുന്ന നാടോടി സമൂഹത്തിന്റെ പൂർണ്ണമായ കണക്കെടുപ്പിനും അവർ ക്ഷേമനിധി രൂപീകരിക്കാനും ഇടക്കാല ബജറ്റ് നിർദ്ദേശിക്കുന്നു. കേന്ദ്ര സാമൂഹിക ക്ഷേമ വകുപ്പിന് കീഴിൽ നാടോടി സർക്കാരിന് ഔദ്യോഗിക പട്ടികകളിൽ ഇടം നേടാത്ത നാടോടി സമൂഹങ്ങളെ കണ്ടെത്താൻ നീതി ആയോഗിന് കീഴിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. രാജ്യത്ത് ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന സമൂഹമായ നാടോടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾക്കായാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നാടോടികളുടെ സവിശേഷ ജീവിത രീതി മൂലം അവരിലേക്ക് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ എത്തുന്നില്ല. പട്ടികയിൽ ഇടം നേടാത്തവരെ കണ്ടെത്താനാണ് നീതി ആയോഗിന് കീഴിൽ കമ്മിറ്റി രൂപീകരിക്കുക. സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ രൂപീകരിക്കുന്ന ക്ഷേമ വികസന ബോർഡ് വിവിധ ക്ഷേമനിധി പദ്ധതികൾ വിഭാവന ചെയ്യും. പദ്ധതികൾ നാടോടികളിൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും ബോർഡ് ആവിഷ്കരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.